സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഗോസ്റ്റ് റൈഡിങ്, ഈ തരത്തിലുള്ള ഗെയിംസുകളൊക്കെ ആരാണ് ഇന്ന് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത്? ഇലൂമിനറ്റിക്കാർ നരബലി നടത്തുന്ന അത്ര ആരാണ് നരബലി നടത്തുന്നത്? നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അവിടെ ഒരു പാരത്രിക ലോകം ഉണ്ടെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അതല്ലേ വലിയ ഞെട്ടൽ. അടിസ്ഥാന നന്മ നിങ്ങളിൽ സന്നിവേശിപ്പിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങൂ, അനീബു ഇലല്ലാഹ് എന്ന് പറയാനാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. 1350cc ബ്രെയിനുമായിട്ട് നടക്കുന്നുണ്ടല്ലേ, ജെല്ലിയായിട്ട്. എന്തിനാ അത്? മുഹമ്മദ് പറഞ്ഞതുപോലെ മുഹമ്മദ് തള്ളാൻ പറഞ്ഞത് തള്ളണം, മുഹമ്മദ് കൊള്ളാൻ പറഞ്ഞോണം കൊള്ളണം. പിന്നെ എന്തിനാണ് ഈ സാധനം? നാസ്തികതയുടെ മുമ്പിലുള്ള മെക്കാനിസം എന്താണ്? നാച്ചുറൽ സെലക്ഷൻ ആയാലും ജീൻ മ്യൂട്ടേഷൻ ആയാലും ഒരിക്കലും ദൈവമുണ്ടോ ദൈവമില്ലേ, അല്ലെങ്കിൽ ദൈവദൂതരുണ്ടോ ദൈവദൂതരില്ലേ എന്ന് പറയുന്ന ഒരു തലം അതിനില്ല. നിങ്ങൾ വീണ് കിടക്കുന്ന ഒരുത്തനെ താങ്ങുന്നത് ഏതെങ്കിലും മതപുസ്തകം നോക്കിയിട്ടാണോ? റേപ്പ് തെറ്റാണെന്ന് പറയുന്ന ഏതെങ്കിലും മതപുസ്തകം നോക്കിയിട്ടാണോ? നിങ്ങൾക്ക് എന്തിനാണ് മാനദണ്ഡം? നിങ്ങൾ ബിൽറ്റിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊറാലിറ്റി തന്നെ അതിനെ എതിർക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സത്യം നമ്മൾ പിന്തുടരുന്നത്? സത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ മാനദണ്ഡം? ഏതെങ്കിലും പുസ്തകത്തിൽ ആരെങ്കിലും എഴുതി വെച്ചതാണോ? അല്ല, സത്യം നമ്മൾ പിന്തുണച്ചത് കൊണ്ടാണ് പുസ്തകത്തിൽ എഴുതി വെച്ചത്. മറ്റൊന്ന്, ഇനി ഏജ് ഓഫ് കൺസെന്റ് എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് തന്നെ സ്വതന്ത്ര ചിന്തകർ എങ്ങനെയാണ് അംഗീകരിക്കുക? ഗൂഗിൾ ചെക്ക് ചെയ്യൂ. സിസ്റ്റർ, ബ്രദർ, ഫോൺ എത്ര മാരകമായിട്ടാണ് തഴച്ചു വളരുന്നത്. അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത്? മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണോ? 1ാം സ്ഥാനം നോ ഗസ് വർക്ക് പാകിസ്ഥാൻ, 2 ഈജിപ്റ്റ്, 3 വിയറ്റ്നാം, സൗദി അറേബ്യ. ആദ്യ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ ഫോൺ കൺസെന്റ് ചീച്ചി.